ഇതാ ഇവിടം ഇന്ന് തീർത്തു. ഇത്രയും സ്ഥലം ഇവിടെയൊക്കെ ഇഴജന്തുക്കളൊക്കെ ഉണ്ട്, പാമ്പും പഴുതാരയും എല്ലാം. അതാണ് താഴെ നിന്ന് ഇങ്ങോട്ട് വരാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിന് താഴെ വരെ ചെയ്തിട്ട് പിന്നെ കൊതുക് കടിയെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി. ഇതാ ഇവിടെ എല്ലാം കരിയിലെല്ലാം വെട്ടി ഇന്ന് ഇങ്ങോട്ട് നിന്ന് ഇതാ ഇവിടെ വന്നപ്പോഴാണ് ഒത്തിരി പ്രയാസമായത്. കുറേ കൂടെ നന്നായിട്ട് ചെയ്യാം, പക്ഷേ മൺവെട്ടിയിട്ട് വെട്ടി മണ്ണ് വലിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. മനസ്സ് വെച്ചാൽ ചെയ്യാം, പക്ഷേ മതി ഇതൊക്കെ. ഇത്രയും പുല്ല് ചെത്തി പറിച്ച് വെക്കുന്നതിന് തന്നെ 7-8 ആളെ ജോലിയുണ്ട്. 10-12,000 രൂപ ഇത് പുല്ല് ചെത്തുന്നതിന് മാത്രം പോകും. അങ്ങോട്ട് അതൊക്കെ കിടക്കുന്നു എല്ലാം. ഇനി റബ്ബറിൻ്റെ അങ്ങോട്ട് താഴെ ഈ വീട്ടിൻ്റെ ഷീറ്റൊക്കെ ലെവൽ ചെയ്ത് അതിൻ്റെ അപ്പുറം വാർത്ത സ്ഥലമില്ലേ, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് അവിടെയെല്ലാം ഒരാൾ പൊക്കം പുല്ല് കയറി കിടന്നു. അതുകൊണ്ട് 5 തുണ്ട് കൊലയും കിട്ടി. അതുകൊണ്ട് വിൽക്കണം. വീട്ടിലുണ്ട് കാന്താരി മുളക്. ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ കിടക്കുന്നു. പാമ്പും പഴുതാരിയൊക്കെ കാണും. ഇതിൻ്റെ ആ ചട്ടകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പപ്പയ്യ. എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഇത് ഫസ്റ്റിലാണ് ഇവിടെ ഇത്രയും ആദായം എടുക്കുന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. റബ്ബറും വാഴയും വയ്ക്കാൻ ഒരുത്തനെ ഏൽപ്പിച്ച പോയിക്കൊള്ളി, ഞാൻ ചെയ്തോളാം. അവ എല്ലാം ഓരോ വരി വാഴ കുറച്ച് മതിയായിരുന്നു. എന്നു പറഞ്ഞാൽ വലിയ കൊല വിടില്ല. അവിടെ റബ്ബറും അവൻ ശരിക്ക് കറക്റ്റാണ് നട്ടില്ല. എൻ്റെ നിന്ന് പൈസ വാങ്ങി. അവന് മര്യാദയ്ക്കിരുന്നെങ്കിൽ അവനെ ഞാൻ വിളിച്ച് വിടുമായിരുന്നു. കുറേ പൈസ തിന്നു അവനും അവൻ്റെ ഭാര്യയും കൂടെ. ഇപ്പോഴും കിട്ടേണ്ടതാണ്. എന്നിട്ട് മോഷണവും വിറകും ഇത് എല്ലാം ഒരു പുറമെ ഞങ്ങളെ കാണാതെ ഇവിടെ കൂടെ അങ്ങ് വലിച്ച് കെട്ടി പറക്കി കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. ശമ്പളവും വാങ്ങും. 1200 രൂപ 1000 രൂപയുടെ സാധനങ്ങളും ഡെയിലി മോട്ടിക്കും. എന്താ ചെയ്യുക? 2 പേരും കൂടെ, ഭാര്യയും ഭർത്താവും.